ശ്രീ എം ജയചന്ദ്രൻ ഇന്നലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞതാണ്. അതിന് പിന്നാലെ ഒപ്പം നിന്നവർക്ക് ചില അംഗീകാരങ്ങൾ കൊടുക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അത് DME ആയി ഡോക്ടർ വിശ്വനാഥന് സ്ഥിരം നിയമനം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു ചിലർ ചിലരെ വിലക്കെടുത്തിരിക്കുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പറയുന്നു ചിലർ അജണ്ടയോടുകൂടി ആരോഗ്യമേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. ആരെ ഉദ്ദേശിച്ചാണ്, ആരാണ് ആസൂത്രിതമായി ആരോഗ്യമേഖലയെ, കേരളത്തിലെ ആരോഗ്യമേഖലയെ തകർക്കാനുള്ള ഈ ശ്രമം നടത്തുന്നത്? അല്ല, ഇത് ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നം മാത്രമായിട്ട് ചുരുക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചുരുക്കാം. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉള്ളടക്കത്തിൽ ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നം മാത്രമല്ല ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും അത് ഇതിൻ്റെ അകത്തൊരു പോർഷനാണ്, അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോ ഈ മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂര് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇടപെടുന്ന പ്രശ്നം കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ മാത്രമല്ല, ഇന്ത്യയുടെ ആരോഗ്യമേഖലയിൽ തന്നെ അന്താരാഷ്ട്ര ഭീമന്മാർ ഇടപെടുന്നതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരു 3-4 ദിവസം മുമ്പാണ്, 3 ദിവസമായിട്ടുള്ളൂ, ഒരു പത്രത്തിന്റെ എഡിറ്റ് പേജിൽ തന്നെ വിശദമായ ലേഖനം അത് സംബന്ധിച്ച് എഴുതിയിട്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് വരാം ആവശ്യമുണ്ടെങ്കിൽ. ഈ പ്രശ്നത്തില് ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നത്തില് നിഷ്പക്ഷമതികൾ എന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നവരാണല്ലോ അന്വേഷണ കമ്മീഷനായിട്ട് വന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പത്മകുമാർ ഉൾപ്പെടെ ഉള്ളവരാണല്ലോ അതിന്റെ അന്വേഷണ കമ്മീഷനായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമിക്കപ്പെട്ടത്, അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് നൽകിയതും. ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണല്ലോ ഡോക്ടർ ഹാരിസിന്റെ ഇഷ്യൂവിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് സർക്കാരിന് തോന്നിപ്പിച്ചതിൽ നിശ്ചയമായും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഒക്കെ പങ്കുണ്ട്. ആ പങ്ക് പറഞ്ഞു തന്നെ പോകണം, അംഗീകരിച്ച് തന്നെ പോവുകയും വേണം. ഞാനും ആ നിലപാടുള്ള ആളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സിനെ ചുമതലപ്പെടുത്തുന്നു. അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റിലായിട്ട് സ്വാഭാവികമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ അത് മാധ്യമങ്ങൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെതിരെ വീണ്ടും അച്ചടക്ക നടപടി ആണ് എന്നുള്ള നിലയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആ ഇഷ്യൂസ് എങ്ങനെ സെറ്റിൽ ചെയ്യാം, അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയത് അതല്ലല്ലോ. റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഒരു ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയതിനെയാണ്, കള്ളനാക്കാൻ ശ്രമിച്ചതിനെയാണ് മാധ്യമങ്ങൾ വിവാദമാക്കിയത്. അല്ല, മാധ്യമങ്ങൾ വിവാദമാക്കിയതിനകത്ത് എനിക്ക് വിയോജിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് മാത്രമാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞതെന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ശക്തിയായി വിയോജിക്കും. മാധ്യമങ്ങൾ എത്രയോ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങൾ? ആ കാര്യങ്ങളുടെ ശരിതെറ്റുകളിലേക്ക് കടക്കാനാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. അതല്ല ഹാരിസ് ഇഷ്യൂ മാത്രമാണ് താങ്കളുടെ ചർച്ചാ വിഷയമെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. ഏതിനും ഞാൻ തയ്യാറാണ്, എനിക്ക് തർക്കമൊന്നുമില്ല കാര്യത്തിൽ. അതിൻ്റെ അകത്ത് അതിന്റെ പ്ലസും മൈനസും ഉണ്ട്. ഇഷ്യൂസിനൊക്കെ അതിന്റെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട്. കാരണം പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അതിന്റെ സ്ഥിതി എങ്ങനെയാണ്, ഇത് ആഗോളതലത്തിൽ എങ്ങനെയാണ്, അത് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അറിയാത്ത ആൾക്കാരല്ല നമ്മൾ ആരും. കോവിഡ് കാലത്ത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹാരിസിന്റെ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള ചില ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടെന്നേ, ചില വീഴ്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും മറച്ചു വെക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്നെപ്പോലുള്ള ആൾക്കാർ എവിടെ ഏത് ചർച്ച ചെയ്താലും ഞാനത് പറയാറുമുണ്ട്. അതിനകത്ത് അത് പറയുന്നതിന് എന്താണ് തെറ്റ്? അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ പറയുമ്പോഴാണ് തെറ്റ് തിരുത്തി പോകാൻ കഴിയുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് മാത്രം ശരിയാണെന്നും ബാക്കിയുള്ള എല്ലാവരും മുഴുവൻ തെറ്റാണ് എന്നുള്ള സമീകരണത്തിനോട് യാതൊരു യോജിപ്പുമില്ല. തെറ്റുകളും ശരികളും ആപേക്ഷികമാണ്. അത് ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ, ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, എനിക്ക് വളരെ താല്പര്യമുള്ള, വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അടുപ്പമുള്ള അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആ നിലപാടുകൾ ശരിയായിരുന്നെന്നും എന്നാൽ ഒരു വ്യവസ്ഥയിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായ വ്യക്തി ഇങ്ങനെയാണോ ഇടപെടേണ്ടത് എന്നുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെയാണ് ഒരു വിഭാഗം ആൾക്കാർ ഉന്നയിച്ചത്. മറുവിഭാഗം അങ്ങനെ പറയാനേ പാടില്ലെന്നും
അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് വാദിക്കുകയും ചെയ്ത മറുവിഭാഗവുമുണ്ട്. ഞാൻ ഈ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് എന്ന് അന്നും പറയുന്നില്ല, ഇന്നും പറയില്ല, നാളെയും പറയില്ല. അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകളും കഴമ്പുള്ള കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണ് അത് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ താൻ നിർബന്ധിതനായത് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിലും ശരികളുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് എന്നുള്ള തർക്കം അപ്പോഴും നിൽക്കുന്നുണ്ട്. അതാണ് ഡോക്ടർമാർ റിപ്പോർട്ടിലും പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ പ്രായോഗികമായി ശരികൾ ഉണ്ടെങ്കിലും അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്, ആ റിപ്പോർട്ടും ചോദിക്കുന്നത് അങ്ങനെയാണ്. അതാണല്ലോ ഒരു നടപടിക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയത്. എം ജയചന്ദ്രൻ, അദ്ദേഹം പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നത് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാനിടയായ സാഹചര്യം എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശുദ്ധമായിരുന്നു എന്നത് നമുക്ക് വ്യക്തതയുള്ളതാണ്. നല്ല ഡോക്ടർ എന്ന ആരോഗ്യമന്ത്രി തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. എന്നാണ് അതിന് പിന്നെ മാറ്റം വന്നത് എന്നതും താങ്കൾക്ക് അറിയാമല്ലോ. മുഖ്യമന്ത്രിയാണ് ആദ്യം ഇത് ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചു, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനത്തെ മോശമായി ചിത്രീകരിക്കാൻ വഴിവെച്ചു എന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അതിനുശേഷമാണ് CPM നേതാക്കൾ, മന്ത്രിമാരെല്ലാം വളഞ്ഞിട്ടുള്ള ആക്രമണം തുടങ്ങിയത്. അതിനുശേഷമാണ് തെറ്റുകാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അതിനുശേഷമാണ് വിവാദമായ ഒരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത്. അതിനെല്ലാം ശേഷം മാധ്യമങ്ങളുടെ വിമർശനം, പൊതുജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ബോധ്യമായപ്പോൾ അതൊരു സമവായത്തിലെത്തിയതാണ്. അതിനുശേഷവും പിന്നീട് ഇതുപോലെ അന്താരാഷ്ട്ര ഭീമന്മാരുടെ അവർ വിലക്കെടുത്ത ആളായി ചിത്രീകരിക്കുന്നത് ആരെയാണ്? മുഖ്യമന്ത്രി. താങ്കൾ തന്നെ അറിയാതെയാണെങ്കിൽ ആ വസ്തുത പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഹാരിസിനെതിരെ വിമർശനം ഉന്നയിക്കാൻ ഇടയാക്കിയത്, അല്ലെങ്കിൽ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമണം തുടങ്ങിയത് മുഖ്യമന്ത്രി അങ്ങനെ വിമർശിച്ചതിന് ശേഷമാണ്. അതെ, മുഖ്യമന്ത്രി അദ്ദേഹം തെറ്റുകാരനാണോ തെറ്റ് ചെയ്തു എന്നുള്ള പറഞ്ഞ തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തു എന്നോ തെറ്റുകാരനാണ് എന്നോ അല്ല പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തന്നെ അറിയാതെ പറഞ്ഞതാണ്. അറിയാതെയല്ല, അദ്ദേഹം പറഞ്ഞത് എന്താണോ അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് മറ്റുള്ളവർ വളഞ്ഞിട്ട് ആക്രമണം തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് രണ്ട് പദങ്ങളുടെ പ്രശ്നമുള്ളൂ മനസ്സിലാക്കേണ്ട പ്രശ്നം. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ താങ്കൾ പറയുന്നത് താങ്കളുടെ ന്യായവും ശരിയാണ്. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് രണ്ട് പദങ്ങളും രണ്ട് അർത്ഥവുമാണെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയല്ല. അതുള്ളതിനൊക്കെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് താങ്കൾ തന്നെയല്ലേ ഇത് പറയുന്നത്. തെറ്റെന്ന് പറയുന്നതും തെറ്റിദ്ധാരണ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ എങ്കിൽ താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ്. അതുള്ളതിനകത്ത് കാര്യം. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. തെറ്റെന്ന് പറയുന്നതും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒന്നാണോ എന്നുള്ളത്. മുഖ്യമന്ത്രി പറയുന്നത് തെറ്റിദ്ധാരണ എന്നാണ്, തെറ്റെന്നല്ല. അതാണ് ഞാൻ തിരുത്താൻ ശ്രമിച്ചത്. അത്രേ ഉള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞ ആഗോള ഭീമന്മാരുടെ കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് ആർക്കും പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കാൻ കഴിയുന്ന, അനായാസം പഠിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഞാനത് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, അത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റലായിട്ടുള്ള പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അത് ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഒരു ലേഖനത്തിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞത്. അവിടെ ഈ US, സ്വീഡനിലെ, പിന്നെ സിംഗപ്പൂരിലെ ഒക്കെയുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാർ, വേൾഡ് ലീഡേഴ്സ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാർ ഇന്ത്യയുടെ, കേരളത്തിന്റെ മാത്രമല്ല കേട്ടോ, ഇന്ത്യയുടെ പിന്നെ ഈ സ്വകാര്യ ആശുപത്രി രംഗത്തേക്ക് കടന്നു വരാൻ തുടങ്ങുന്നത് 2023 മുതലാണ്. 2023 ആദ്യം പിന്നെ വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ US ഏറ്റവും വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഭീമനാണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാരിൽ ലോക നമ്പർ 1 ആണ് ബ്ലാക്ക് സ്റ്റോൺ. ആ ബ്ലാക്ക് സ്റ്റോൺ വരുന്നത് 23-ലാണ്. 23-ൽ വന്നിട്ട് കെയർ ഹോസ്പിറ്റൽസ് ആന്ധ്രയിലുള്ള അവരുമായിട്ട് ചേർന്ന് ഒരു ടൈപ്പ് ഉണ്ടാക്കി, അതൊരു അലയൻസ് ആയിട്ട് വന്ന് പിന്നീട് അത് നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നു. KKR ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേറെ US തന്നെ വേറൊരു വമ്പൻ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വന്നിട്ട് ബേബി മെമ്മോറിയൽ കോഴിക്കോട് ഏറ്റെടുക്കുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പല ഹോസ്പിറ്റലുകളും ഇവരെ ഏറ്റെടുത്ത ചരിത്രമുണ്ട്. ഏറ്റവും ഒടുവിൽ എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന ആ സംവിധാനം അവർ ഏറ്റെടുത്തു. അങ്ങനെ വമ്പന്മാരാണ് ഈ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കുന്നത്.
അത് വമ്പന്മാർ എന്ന അക്ഷരാർത്ഥത്തിൽ പിന്നെ വമ്പന്മാർ തന്നെയാണ്. അതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്, നിഷ്തർക്കമായ കാര്യമാണ്. ശ്രീ എം ജയചന്ദ്രൻ, എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ നേട്ടം ഉണ്ടാക്കിയതൊക്കെ സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ്. അത് പൊതുമേഖലയിലുള്ള ആശുപത്രികളുടെ മാത്രം മേന്മയല്ല. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ അത്രമാത്രം ശക്തമാണ്. മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതൊക്കെയും നമ്മുടെ ആരോഗ്യ മേഖല രാജ്യത്ത് നമ്പർ വൺ എന്ന് നിങ്ങൾ പറയുന്നത് പോലെ നിൽക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യ മേഖല അല്ലെ പ്രൈവറ്റ് മേഖലകളിൽ അങ്ങനെയൊക്കെ നടന്നോട്ടെ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് ഉപകരണം ഇല്ലാതാവേണ്ട കാര്യമില്ലല്ലോ, ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടുന്ന കാര്യമില്ലല്ലോ, അതൊരു ഡോക്ടർക്ക് വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യമില്ലല്ലോ. സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ആ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ആവർത്തിക്കപ്പെട്ടപ്പോഴല്ലേ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ തുറന്ന് ചോദിച്ചോട്ടെ താങ്കളോട്, അതൊന്നും വിചാരിക്കരുത് കേട്ടോ. അതെന്ത് ഇരട്ടത്താപ്പാണ് താങ്കൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? താങ്കൾ തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രി പിന്നെ വമ്പന്മാര് കടന്നു വരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു എന്നുള്ളത്. ആ കാര്യമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പറയുകയാണ് പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ അങ്ങനെയൊക്കെ വരും, അതിനെന്താണ് പ്രശ്നം, നിങ്ങൾ വീണ്ടും ഹാരിസിന്റെ കാര്യം പറയൂ എന്നാണ് അടുത്ത കാര്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. വമ്പന്മാർ വരുന്നതിനെ കുറിച്ചല്ലല്ലോ ശ്രീ എം ജയചന്ദ്രൻ. അവർ ചിലരെ വിലക്കെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ചിലരെ വിലക്കെടുക്കുന്നത് ആരെയാണ് ചിലരെ വിലക്കെടുക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. എനിക്ക് ഒരു കാര്യം താങ്കൾ ചോദിച്ചാൽ ആ ചോദ്യം പിന്നെ എനിക്ക് പറയാനുള്ള മറുപടി കേൾക്കാനുള്ള ഒരു സാമാന്യ ഉത്തരവാദിത്വം കാണിക്കണം കേട്ടോ. കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത് ആരോഗ്യമേഖലയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇവിടെ താല്പര്യമുള്ളവർക്ക്. കേരളത്തിൽ പിന്നെ ഏറ്റവും പുതിയ കണക്കുകൾ, കഴിഞ്ഞ വർഷത്തെയാണ് ഏറ്റവും അവസാനത്തെ കണക്കുകളുള്ളത്, കഴിഞ്ഞ വർഷം നവംബറിൽ വന്നിട്ടുള്ള കണക്കുകൾ. ആ കണക്കുകൾ പ്രകാരം നമ്മുടെ പിന്നെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഔട്ട് പേഷ്യൻസിൽ 62% ആൾക്കാരും പോകുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. 62% ആൾക്കാർ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ പോകുന്നത്, കിടത്തി ചികിത്സ വേണ്ടാത്തവർ പോകുന്നത് പിന്നെ സർക്കാർ ആശുപത്രികളാണ്. അതേസമയം കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികൾ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് 38% ഉള്ളൂ. അതാണ് കണക്ക്. അപ്പൊ ആ ബാക്കി പോകുന്നത് എവിടെയാണ്? കിടത്തി ചികിത്സ നേടുന്നവർ മുഴുവനും പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കാണ്. അത് കേരളത്തിന്റെ ഹെൽത്ത് കെയർ പൊതുജനാരോഗ്യ രംഗത്തുള്ള പിന്നെ തെളിയിക്കപ്പെട്ട കണക്കുകളാണത്. ആ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ലളിതമായ മലയാള അർത്ഥം എന്താണ്? കൂടുതൽ ആൾക്കാർ, കിടത്തി ചികിത്സ വേണ്ടാത്ത കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഇപ്പോഴും നമ്മുടെ പിന്നെ സർക്കാർ ആശുപത്രികൾ എന്നുള്ളതാണ് അതിന്റെ ലളിത മലയാളം ആയിട്ട് നമുക്ക് പറയാവുന്നത്. ചർച്ചയിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. കിടത്തി ചികിത്സ ആവശ്യമുള്ളവർ കൂടുതലും പ്രൈവറ്റ് ആശുപത്രികളിലേക്കും കിടത്തി ചികിത്സ ആവശ്യമില്ലാത്തവർ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളിലേക്കും പോകുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിലെ കാണുന്ന പ്രവണത. അതാണ് ഈ 38 എന്നുള്ളത് നേരത്തെ 62 എന്നുള്ളതൊക്കെ നേരത്തെ തിരിച്ചായിരുന്നു കേട്ടോ. തിരിച്ചല്ല, വളരെ കൂടുതലായിരുന്നു. പിന്നെ ഈ സ്വകാര്യ മേഖലയിൽ OP രംഗത്ത്, സ്വകാര്യ മേഖലയ്ക്ക് OP രംഗത്തും IP രംഗത്തും ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും സ്വകാര്യ മേഖല ഏതാണ്ട് തത്തുല്യമായിരുന്നു ഒരു 15 വർഷം മുമ്പ് വരെ. പിന്നീടാണത് മാറിയിട്ട് ഇപ്പൊ ഈ നിലയിലേക്ക് OP മാത്രം ഏറ്റവും കൂടുതൽ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്നു, IP മാത്രം ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികളിലും കിട്ടുന്നു. ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന്റെ പൊതുവായ പ്രവണതയാണ്. ആ പ്രവണത നിലനിൽക്കുകയാണ്. ഇതിപ്പോ വർദ്ധിക്കുകയാണ് വേറൊരു രൂപത്തിൽ. അപ്പോഴാണ് കണ്ണൂർ പോലുള്ള ഒരു പ്രദേശത്ത്, കണ്ണൂർ ജില്ലയിലെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെ പ്രത്യേക ബ്ലോക്ക് തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് 3000 പേരാണ് അവിടെ ദിവസം വരുന്ന. ആ കണക്കൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ 1 മിനിറ്റിൽ 500 കിലോ ഓക്സിജൻ ഫില്ല് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായി. ഹാർട്ട് പേഷ്യൻസിനുള്ള പിന്നെ ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള സൗകര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വൃക്കരോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ ചെലവിൽ, ഇതൊക്കെ അവിടെ സാധ്യമാകുന്ന 61 കോടി രൂപ സർക്കാർ മുടക്കുന്നു, 2 കോടി രൂപ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുടക്കുന്നു. അങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. അതിന്റെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഈ പുതിയ പ്രവണത, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പ്രവണതയുടെ ചില വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടാകും. അതുണ്ടല്ലോ, നാഷണൽ ക്വാളിറ്റി അഷുറൻസിന്റെ ഭാഗമായിട്ട് ഇന്നലെ വീണ ജോർജ് പറഞ്ഞല്ലോ 11 തരത്തിലുള്ള പുതിയ അംഗീകാരങ്ങൾ കിട്ടിയതിന്റെ ഒരു ചരിത്രം പറഞ്ഞല്ലോ NQASയുടെ.
ശരി. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ്, അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഡോക്ടർ ഹാരിസിന്റെ പോലുള്ള പ്രശ്നങ്ങൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല. ഹാരിസിന്റെ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു, അതിൽ തർക്കമൊന്നുമില്ല. ഞാൻ ആദ്യമായി നിലപാട് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്തല്ല വായിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ ആ കണക്ക് പറഞ്ഞത്. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ കണക്ക് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാര്യം അതുകൊണ്ടാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.